ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി നമുക്ക് നല്ലൊരു മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ലെവലാണ് നമ്മൾ പറഞ്ഞു. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി രണ്ട് നല്ല സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇനി നല്ലൊരു മൂവ് കിട്ടുക, മീൻസ് മേളിലേക്കായിരിക്കുമോ താഴേക്കായിരിക്കുമോ എന്നുള്ളത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ സ്റ്റിൽ അത് ഒന്ന് ഫോം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയാനുള്ളൂ. ബിക്കോസ് നമുക്ക് എന്താ പറയുക, ഒരു കൺഫേം ആയിട്ട് നല്ലൊരു ബൈയിങ് ക്യാൻഡിലൊന്നും സ്റ്റിൽ ഇല്ല. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മളെല്ലാം കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനലിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഇതാണ് ചാനൽ, ലേൺ ആൻഡ് ട്രേഡ്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതിന് നമ്മൾ രാവിലെ തന്നെ ഡിമാൻഡ് സോൺ, സപ്ലൈ സോണൊക്കെ നമ്മളെല്ലാം കാലത്ത് തന്നെ അതിൻ്റെ എല്ലാം കൊടുക്കുന്നുണ്ട്. ദെൻ ഇന്ന് തന്നെ കാണാം കംപ്ലീറ്റ്ലി ഡിമാൻഡ് സോണും രണ്ടും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും ഡിമാൻഡ് സോൺ ടച്ച് ചെയ്തിട്ട് ആൻഡ് സപ്ലൈ സോൺ രണ്ടിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് നിന്നത്. അപ്പോൾ നിങ്ങളൊരു ബയേഴ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ശരിക്കും കൺസോൾട്ടേഷൻ റേഞ്ചും പിന്നെ അതോടൊപ്പം തന്നെ എവിടെയാണ് നമുക്ക് നല്ലൊരു മീൻസ് ഒരു ബൈ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു സെല്ല് എവിടെയാണ് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഏകദേശം നിങ്ങൾക്കൊരു ഡിമാൻഡ് സോൺ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡ് സെറ്റപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ആൻഡ് അതോടൊപ്പം മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഒന്ന് ടെലിഗ്രാം ചാനലിനെ പറ്റി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കാം. ക്വിക്കായിട്ട് ഇൻട്രാഡേ അനാലിസിസിൽ നോക്കാം. നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെ ആയിരുന്നു അല്ലേ, രാവിലെ തന്നെ ഫ്ലാറ്റിലായിരുന്നു. 22,000 എന്നുള്ള സ്ട്രാഡിലാണ് സ്റ്റിൽ നിഫ്റ്റി ഫോളോ ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് സപ്ലൈ സോണിലേക്കൊന്ന് പോയി ദെൻ അവിടെ നിന്നൊരു ഫോളാണ് ഉണ്ടായത്. ആ റെസിസ്റ്റൻസ് സ്റ്റിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്യാണ്. 22,100 എന്ന റെസിസ്റ്റൻസിലാണ് സപ്ലൈ സോണൊക്കെ ഉള്ളത്. അവിടെ തന്നെയാണ് നമുക്ക് നല്ല റെസിസ്റ്റൻസ് ഏരിയയും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ മുകളിലേക്ക് നമുക്ക് നല്ലൊരു ക്ലോസിങ് കിട്ടിയാൽ മാത്രമായിരിക്കും നമുക്ക് മീൻസ് കുറച്ചും കൂടി നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കാണാൻ പറ്റുള്ളൂ നിഫ്റ്റിയിൽ. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി കാണുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും നല്ലൊരു ഫ്ലാറ്റ് തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായിരുന്നത്. ഓക്കെ, ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയായിരുന്നു. ദെൻ താഴേക്ക് നല്ല രീതിയിൽ 46,000 വരെയും ബാങ്ക് നിഫ്റ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആയിട്ട് കാണാം. 46,000 ഒരു കോൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അത് പറഞ്ഞായിരുന്നു. ആൻഡ് അവിടെ നിന്നാണ് വിത്ത് ഡിമാൻഡ് സോണിൻ്റെ താഴെ ക്ലോസിങ്ങും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇവിടെ ക്ലോസിങ് കിട്ടിയില്ല. ഇവിടെ നിന്നൊരു കൺസൾട്ടേഷൻ എടുത്തു. ദെൻ മേളിലേക്ക് പോയി ആൻഡ് 46,700 മീൻസ് 700 ടു ഒരു 800 ലെവലിലാണ് കറൻ്റ്ലി ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് ഇരിക്കുന്നത്. ആൻഡ് 46,500 എന്ന സ്ട്രാഡിൽ ഫോർമേഷനിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു സൈഡ് വേസ് ട്രേഡും നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് നാളത്തെ ലെവൽസ് കാര്യങ്ങൾ നോക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ നമുക്ക് OA അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ലെവൽസ് നോക്കാം. ദെൻ FIDA ഡാറ്റ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് OA അനാലിസിസിൽ വീക്ക്ലിയിൽ നമുക്ക് ഇത് നോക്കാം, മീൻസ് നിഫ്റ്റിയുടെ നോക്കാം. നിഫ്റ്റി കറൻ്റ്ലി നമുക്ക് മീൻസ് സപ്പോർട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. 22,000 സ്റ്റാഡിലുണ്ട്. ദെൻ മേളിലേക്ക് നോക്കുമ്പോൾ 22,200 റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ കുറച്ചൊരു പുട്ട് അൺവൈൻഡിങ് നടക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് 2 hour വെച്ചൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ജസ്റ്റ് ഇൻട്രാഡേ അനാലിസിസിലാണ്. 22,250 കോൾ ബിൽഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ആൻഡ് വേറെ എവിടെ അങ്ങനെ അറ്റ് ദ മണിയിലൊന്നും നല്ല പൊസിഷൻസ് കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് നല്ല കാര്യം തന്നെയാണ്. ആൻഡ് അപ്പോൾ 22,000 സ്ട്രാഡൽ ഫോർമേഷൻ ആയിട്ടാണ് നല്ല സപ്പോർട്ട് എവിടെയും കാണുന്നില്ല, മിസ്സിങ് ഉണ്ട്. ആൻഡ് 22,200 ആണ് റെസിസ്റ്റൻസ്, മാക്സിമം റെസിസ്റ്റൻസ് വരുന്നത് 22,500 ആണ്. സ്റ്റിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലായിടത്തും ഇവിടെ നമുക്ക് ഈ കോള് മിസ്സിങ് ആണ്. ഇവിടെ നമുക്ക് കോള് ബിൽഡിങ് എവിടെയും വന്നിട്ടില്ല. ബട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ എല്ലായിടത്തും പുട്ട് ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ 22,500 പുട്ടുണ്ട് ആൻഡ് 22,300 ഓൾമോസ്റ്റ്
ഓൾമോസ്റ്റ് 250 ഇവിടെ നമുക്ക് നല്ല പുട്ട് ബിൽഡിംഗ് കാണാം, ഇവിടെയും പുട്ട് ബിൽഡിംഗ് കാണാം. അങ്ങനെ ഓൾമോസ്റ്റ് മിക്ക സ്ട്രൈക്കിലും പുട്ട് ബിൽഡിംഗ് കാണാൻ കഴിയുന്നുണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവാണ്. ബിക്കോസ് ഇതിൻ്റെ താഴെ നമുക്ക് ഒരു ക്ലോസിങ് കിട്ടിയില്ല എങ്കിൽ നമുക്ക് അതെന്തായാലും പോസിറ്റീവായിരിക്കും. ആൻഡ് താഴേക്ക് വന്നാൽ മേ ബി നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് PCR 0.9 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതും ഓൾമോസ്റ്റ് സ്ലൈറ്റ്ലി ഒരു ബുള്ളിഷായിട്ട് തന്നെ കാണാം. അപ്പോൾ 22,200 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതിൽ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. 22,000 സ്ട്രാഡിലുണ്ട്, കോൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ്, ജസ്റ്റ് വേറെ മാറ്റം കാര്യങ്ങളൊന്നുമില്ല. 22,100 എന്താണ് നോക്കാം. 22,100 കറൻ്റ്ലി നമുക്ക് റെസിസ്റ്റൻസ് വിത്ത് ആൻഡ് അവിടെ കോൾ മീൻസ് പുട്ട് ബിൽഡിംഗ് ഉണ്ട്. അവിടെ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ഈക്വലി ഒരു സ്ട്രാഡിൽ ഫോർമേഷനായിട്ട് തന്നെ പോകുന്നുണ്ട്. മാക്സിമം റെസിസ്റ്റൻസ് ആയിട്ടാണ് പോകുന്നത്. ബട്ട് കാരണം ഇന്ന് തന്നെ നമുക്ക് നല്ലൊരു സെൽ ഓഫ് അവിടെ കാണാൻ കഴിയുന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഒരു OA അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. 22,200 റെസിസ്റ്റൻസ്, 22,000 സ്ട്രാഡിൽ ഫോർമേഷൻ, മാക്സിമം ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് അവിടെയാണ്. ദെൻ നമുക്ക് സപ്പോർട്ട് 21,800 ആൻഡ് ഈ ഒരു ചാനലിൻ്റെ 21,850 ഒക്കെ സപ്പോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇനി നമുക്ക് നിഫ്റ്റിയുടെ മീൻസ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു OA അനാലിസിസ് ഒന്ന് നോക്കാം. വീക്കിലി തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, OA അനാലിസിസിൽ 46,500 നമുക്ക് സ്ട്രാഡൽ ഫോർമേഷൻ ആണ് ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളത്. ആൻഡ് റെസിസ്റ്റൻസ് വരുന്നത് 47,000. ബട്ട് അവിടെ നല്ലൊരു കോൾ ബിൽഡിങ്ങും പുട്ട് ബിൽഡിങ്ങും കയറി വന്നിട്ടുണ്ട്, പോസിറ്റീവാണ്. 47,500 നമുക്ക് പുട്ട് ബിൽഡിങ് കാണാം. ദെൻ 46,000 ആണ് അടുത്ത സപ്പോർട്ടായിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ 46,500 സ്റ്റിൽ സ്ട്രാഡൽ ഫോർമേഷനായിട്ട് തന്നെ നിൽക്കുന്നു. 46,800 ഓക്കെ, ജസ്റ്റ് 800 ഒന്ന് ചെക്ക് ചെയ്യാം. 800 ഇപ്പോൾ കറൻ്റ്ലി വലിയ ഒരു അറ്റ് ദ മണി നിയറസ്റ്റ് ടു അറ്റ് ദ മണി ആയതുകൊണ്ട് അവിടെ ഇപ്പോൾ ഒരു കോളോ പുട്ടോ നല്ല രീതിയിലൊന്നും കാണാൻ കഴിയുന്നില്ല. ബട്ട് നമുക്ക് 47,000 എന്താണ് നല്ല റെസിസ്റ്റൻസ് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ 47,000 റെസിസ്റ്റൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കോൾ മീൻസ് പുട്ട് ബിൽഡിങ്ങും കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് പുട്ട് ബിൽഡിങ്ങും കാണാൻ കഴിയുന്നുണ്ട്. അത് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ 46,800 എന്നുള്ള റെസിസ്റ്റൻസ് കുറച്ചും കൂടി ഒന്ന് മേളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ദെൻ താഴേക്ക് സപ്പോർട്ട് പറഞ്ഞാൽ 46,000 ആണ് സപ്പോർട്ട്. അപ്പോൾ നമുക്ക് പറയാം. ദെൻ അവിടെ നമുക്ക് കോള് കുറച്ച് ശരിക്കും കുറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ കോള് കുറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ അവിടെ വളരെ ലൈറ്റായിട്ട് മാത്രമേ കോൾ വെക്കുന്നുള്ളൂ. ഓക്കെ, അവിടെ കോൾ ബിൽഡിങ് ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് 46,500 നല്ല സ്ട്രാഡിൽ ഫോർമേഷനായിട്ട് സ്ട്രാഡിൽ വിത്ത് സപ്പോർട്ടിൽ നിൽക്കുന്നുണ്ട്. സോ അതൊക്കെ നല്ല ഒരു പോസിറ്റീവായിട്ട് തന്നെ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും കാണാം. അപ്പോൾ OA അനാലിസിസിൽ നമുക്ക് ഇതാണ് പറയാനുള്ളത്. ആൻഡ് ആ സ്ട്രൈക്കൊക്കെ എപ്പോഴും ഓർത്ത് വെക്കാം. മാക്സിമം റെസിസ്റ്റൻസ് എവിടെയാണ്, സപ്പോർട്ട് എവിടെയാണ്, മീൻസ് കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസസും എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ, ആ റേഞ്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്ത് വെക്കാം. ദെൻ ഇനി നമുക്ക് OA മീൻസ് FIDA ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്യാം. FIDA ഡാറ്റ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വെച്ചൊന്ന് നോക്കാം. ഓക്കെ, ഇന്നലെ നമുക്ക് രണ്ടും സെല്ലിംഗ് ആയിരുന്നല്ലേ. സെയിം തന്നെയായിരുന്നു ഇന്നും കാണാൻ കഴിയുന്നത്. ലോങ്ങിലേക്ക് ആരും പോയിട്ടില്ല. ആൻഡ് മാക്സിമം സെല്ല് ചെയ്തേക്കുന്നത് മീൻസ് അൺവൈൻഡ് ചെയ്തേക്കുന്നത് പുട്ടിന്നാണ്. അപ്പോൾ അത് നമുക്ക് നെറ്റ് ഒരു ബുള്ളിഷായിട്ട് കാണാം. ബട്ട് അവിടെ നമുക്ക് ലോങ്ങിലേക്ക് പോയിട്ടില്ല. ആൻഡ് സെല്ലിംഗ് ഇന്ന് നല്ല രീതിയിലൊന്നും വന്നിട്ടില്ല. ബട്ട് ഇവിടെ നമുക്കൊരു പോസിറ്റീവ് കാണേണ്ടത്, ഇവിടെ നമുക്ക് സെല്ലിംഗ് ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. FISൻ്റെ സെല്ലിംഗ് ഒരു ഇതിൽ കൂടിയത് 13th മാർച്ചിൽ കൂടിയത് ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണാം. ദെൻ ഇനി നമുക്ക് FISൻ്റെ തന്നെ OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ ലോങ്ങിലേക്ക് പുട്ടായിരുന്നു അധികം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പുട്ട് ശരിക്കും താന്നു വരുന്നുണ്ട്. അപ്പോൾ ബിയറിഷ്നെസ് കുറഞ്ഞു വരുന്നു എന്നർത്ഥം. ആൻഡ് കോളാണെങ്കിൽ ചെറിയ സ്ലൈറ്റ്ലി മീൻസ് പുട്ടിൻ്റെ അത്രയും വന്നിട്ടുണ്ടായിരുന്നില്ല. ബട്ട് കോളും അവിടെ കയറി വരുന്നില്ല. മാക്സിമം അത് ഒരു കൺസോൾട്ടേഷൻ ആക്കി തന്നെ നമുക്ക് കാണാം. ബട്ട് അവിടെ മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മൾ ബിയറിഷ്നെസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് OA ഇൻഡെക്സിലും ആൻഡ് FI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിലൊക്കെ കാണാൻ കഴിയുന്നത് നമുക്ക് ഒരു പോസിറ്റീവ് സൈനാണ്. ബട്ട്
ഇവിടെ നമുക്ക് കാണുമ്പോൾ ഡെയിലി OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇവിടെ സെല്ലിംഗ് പ്രഷർ കാണാം. ഇവിടെ സെല്ലിംഗ് പ്രഷർ കൂടി തന്നെ ഇരിക്കുകയാണ്, അത് കുറഞ്ഞു വന്നിട്ടില്ല. ബട്ട് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ 15th വെച്ച് നോക്കുമ്പോൾ 18th നമുക്ക് അത്ര വലിയ ഇൻക്രീസ് ഒന്നും വന്നിട്ടില്ല. സ്റ്റിൽ കുറച്ചൊരു ഇൻക്രീസ് ആയിട്ട് തന്നെ നമുക്ക് നിൽക്കുന്നുള്ളൂ. മാക്സിമം അത് നാളെ മുതൽ നമുക്കത് കുറഞ്ഞു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വേണമെങ്കിൽ ഒന്നും മേളിലേക്ക് കുറച്ച് പുഷ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെയുണ്ട്. ഓക്കെ, അതാണ് അപ്പോൾ FISൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുക. ആൻഡ് DIS വെച്ച് നോക്കുമ്പോൾ DIS നമുക്ക് ഒരു മേളിലേക്ക് ഗ്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ ലോങ്ങിലേക്ക് ഗ്രീൻ ഇവിടെ നമുക്ക് ഗ്രീൻ വന്നപ്പോൾ നമുക്കൊരു പുൾ ഡൗൺ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രീൻ ഒരു അൺവൈൻഡിങ് നടന്നു, ദെൻ കോളായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതായപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷനാണ് പ്രോ സംഭവിക്കുന്നത്. ഓക്കെ, എന്നാലും നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി പറയാൻ നേരത്ത് അവർ ലോങ്ങിലേക്ക് കുറച്ച് ലോങ്ങിലേക്ക് കോൾ അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് നല്ല പോസിറ്റീവ് കാര്യമാണ്. ദെൻ സെല്ലിങ് കുറച്ചിട്ടുണ്ട്. ഡെയിലിയിൽ ഇൻഡെക്സ് ഓപ്ഷൻസിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിങ് കുറച്ചിട്ടുണ്ട്. അതും പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ദെൻ ഇൻഡെക്സ് ഓപ്ഷൻസ് OI ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ ലോങ്ങിലേക്ക് എന്താ പറയുക പുട്ടാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് കോൾ അവർ അൺവൈൻഡ് ചെയ്തേക്കണതാണ്, അത് നെഗറ്റീവാണ്. ആൻഡ് നമുക്ക് OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ചെറിയ രീതിയിൽ. അപ്പോൾ OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് നെഗറ്റീവായി വെച്ചിട്ട് OI ഇൻഡെക്സ് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസിൻ്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസിലും അവർ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് അപ്പോൾ എന്തായാലും ഒരു ന്യൂട്രൽ പെർസ്പെക്റ്റീവിലാണ് പ്രോ പോകുന്നത്. ആൻഡ് FIS ഓൾറെഡി നമുക്ക് ഓൺലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ മാത്രമാണ് കുറച്ചൊരു സെല്ലിംഗ് മോഡ് തന്നിട്ടുള്ളൂ. അപ്പോൾ വലിയ ഒരു ബിയറിഷ്നെസ് നമുക്ക് എവിടെയും സ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു സപ്പോർട്ട്, ഒരു ബോട്ടം എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് ഒന്ന് ഫീൽ ആകുന്നുണ്ട്. ഓക്കെ, സെയിം തന്നെ നമുക്ക് ഇൻഡെക്സ് ഇവിടെ കാണാം. FIS 2000 ഒരു സെൽ ചെയ്തപ്പോൾ DIS 2000 crore ബൈയും ചെയ്തിട്ടുണ്ട്, അവരും ന്യൂട്രലാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ന്യൂട്രൽ പെർസ്പെക്റ്റീവിലാണ് മാർക്കറ്റ് പോകുന്നത്. ആൻഡ് ബോട്ടം എടുക്കാനുള്ള ചാൻസസ് അധികമുണ്ട്. അപ്പോൾ എല്ലാവരും വ്യക്തമായിട്ട് ഇനി കുറച്ചും കൂടി നമുക്ക് ക്ലിയർ കട്ട് ഒരു നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ വന്ന വരെയും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെയും നമുക്ക് നിഫ്റ്റി ഒരു 4 hour ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ പോലെയാണ് വന്നത്. ബട്ട് ഇവിടെയും സ്റ്റിൽ മിസ്സിങ് ആണ്. നമുക്ക് എന്താ പറയുക ആ ഒരു സോറി ഇവിടെ നമുക്ക് ഒരു മിസ്സിങ് കാണാം. ഓക്കെ, ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ സ്റ്റിൽ ഇവിടെ നമുക്ക് മിസ്സിങ് ആണ്. ഇവിടെ നമുക്ക് നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ വന്നാൽ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് കിട്ടുള്ളൂ. ഇപ്പോഴും അവിടെ നമുക്ക് ഒരു ഒരു ഹാമർ ടൈപ്പ് വരുമ്പോൾ അവിടെ ഒരു സെല്ലിങ് വരുന്നു. ഇവിടെ ഒരു ഹാമർ ടൈപ്പ് വരുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു സെല്ലിങ് വരുന്നു. സോ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് മാക്സിമം ഒരു കൺസോൾട്ടേഷനിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒരു ഹാമർ ടൈപ്പ് വന്നു, ഇവിടെ നമുക്ക് എന്തായി ഒരു കൺഫർമേഷൻ കിട്ടി, മാർക്കറ്റ് നേരെ മേളിലേക്ക് പോയി. ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് കാണാം. അതും കൂടി നിങ്ങളൊന്ന് അനാലിസിസ് ചെയ്യുക. നല്ലൊരു ഹാമർ ടൈപ്പ് വന്നിട്ട് നമുക്ക് അവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയാൽ മാർക്കറ്റ് എന്തായാലും പോകും. അത് ഫോം ആവാത്തതും ഉണ്ട്. ബട്ട് ഇവിടെ നമുക്ക് വേറെ വിഷയമുണ്ട്. ഇവിടെ നമുക്ക് ഈ ക്യാൻഡലിൻ്റെ താഴെയല്ല നമുക്ക് ഇത് വന്നേക്കുന്നത്, ക്യാൻഡലിനോട് ഏകദേശം അകത്താണ് വന്നേക്കുന്നത്. ഇവിടെ ഈ വലിയ ക്യാൻഡലിൻ്റെ അടിയിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് എന്തായത് നമുക്ക് ഫോം ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പോസിറ്റീവ് കാര്യങ്ങളാണ് നിഫ്റ്റിക്ക് ഉള്ളത്. ആൻഡ് ക്യാൻഡിൽ സ്റ്റിക്ക് അനാലിസിസ് എപ്പോഴും ഒന്ന് പഠിക്കാനും നോക്കുക. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഉള്ളത്. കറൻ്റ്ലി ആ ലെവൽസിലേക്ക് തന്നെയാണ് നിഫ്റ്റി ഹോൾഡ് ചെയ്തേക്കുന്നത്. ആൻഡ് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പോവുക. ബാങ്ക് നിഫ്റ്റിക്കും നമുക്ക് നല്ലൊരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ 4 hour ടൈം ഫ്രെയിമിൽ കാണാം. ഇവിടെ നമുക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു. സപ്പോർട്ടിൽ നിന്ന് ഫോളോ ആയി. മാക്സിമം എന്താ പറയുക, ഇവിടെ നിന്ന് നമുക്കൊരു നല്ല ക്യാൻഡിൽ ഫോർമേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്പിൻ ടൈപ്പ് ക്യാൻഡിലുണ്ട്. ആൻഡ് ഇവിടെ ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇൻഡിസിഷൻ ക്യാൻഡിലിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് ക്യാൻഡിൽ കിട്ടിയാൽ മതി. നമുക്ക് മേ ബി നമുക്ക് നല്ലൊരു പുൾ ബാക്ക് അവിടെ നിന്നും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ക്രൂഷ്യൽ ലെവലാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഉള്ളത്. ഇനി നമുക്ക് എന്താ പറയുക, ഒരു
അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ലെവലാണെങ്കിൽ ഇവിടെ നമുക്ക് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു ലെവലിൽ നിന്ന് വന്നു. ഇവിടെ മീൻസ് ഈ ഒരു കൺസോൾട്ടേഷൻ വന്നു, ഇവിടെ നിന്ന് ഫോളോ ആയി. ഇവിടെ നിന്നാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പുൾ ബാക്ക് കിട്ടേണ്ടത്. ഇനി ഇവിടെ വേണമെങ്കിൽ അക്യുമുലേഷന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ നല്ലൊരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് വേണമെങ്കിൽ മേളിലേക്ക് പോകാം. അപ്പോൾ ബട്ട് അതിനൊക്കെ നമുക്ക് വേണ്ടത് എന്തായാലും കൺഫർമേഷനുള്ള ക്യാൻഡിൽസ് ആണ്. അപ്പോൾ എന്തായാലും ക്യാൻഡിൽ സ്റ്റിക്ക് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് FIDA ഡാറ്റ എന്ന് വെച്ച് നമുക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടി മീൻസ് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, പോസിറ്റീവായിട്ട് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആൻഡ് എപ്പോഴും നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് മീൻസ് അതോടൊപ്പം തന്നെ നല്ലൊരു നല്ലൊരു ലെവൽസൊക്കെ ഫോം ചെയ്യുമ്പോൾ ഒരു ലിമിറ്റഡ് നല്ലൊരു സ്ട്രാറ്റജി എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, നല്ലൊരു സ്ട്രാറ്റജി വൈസ് ട്രേഡ് ചെയ്യുക. ബിക്കോസ് നമ്മൾ എത്ര നല്ലതാണെങ്കിലും നമുക്കൊരു ഫോൾ അല്ലെങ്കിൽ നമ്മുടെ വ്യൂ ഒന്ന് തെറ്റുക അല്ലെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ആവുകയൊക്കെ ചെയ്താൽ നമുക്ക് മിനിമം ലോസിൽ ഇറങ്ങി പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുക. ആൻഡ് സ്റ്റിൽ ആ ഒരു കൺഫർമേഷൻ ക്യാൻഡിലിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് ഓൾമോസ്റ്റ് ഒരു ബോട്ടം മാർക്കറ്റ് എടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു, ഒന്ന് ഫീൽ ആകുന്നുണ്ട്. ആൻഡ് അതിനനുസരിച്ചുള്ള നെഗറ്റീവ്സ് ഒന്നും നമുക്ക് FIDA ഭാഗത്തു നിന്നും വന്നിട്ടില്ല. അപ്പോൾ മാക്സിമം സപ്പോർട്ട് എടുക്കും എന്ന് തന്നെ വിചാരിക്കാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മീൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.